ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെങ്കിലും തെറ്റായ ശീലങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ ആ കഴിവിന്റെ യഥാർത്ഥമായിട്ടുള്ള ഗുണം നമുക്ക് പ്രയോജനപ്പെടില്ല. സാമ്പത്തിക കാര്യത്തിലും അതുതന്നെയാണ്. തെറ്റായ ശീലങ്ങളാണ് പലപ്പോഴും നമ്മളെ കടക്കെണിയിലാക്കുന്നത്. കടം വാങ്ങുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ പണം നിങ്ങൾ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ് ആ ഒരു വസ്തു ആ ഒരു പ്രവർത്തനത്തിലുള്ള തെറ്റും ശരിയും നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. നല്ല കടങ്ങളുണ്ട്, ഗുഡ് ഡെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണം കടം എടുക്കുന്നു, വിദ്യാഭ്യാസ ലോണൊക്കെ എടുക്കുന്നു. അത് നല്ലതാണ്. കാരണം നിലവിൽ അവരെ നഴ്സിംഗിന് വിടാനോ അല്ലെ എഞ്ചിനീയറിംഗോ മെഡിസിനോ അത് പഠിപ്പിക്കാനോ ഉള്ള സാമ്പത്തികം നമ്മുടെ കയ്യിലില്ല. അതപ്പോൾ നമ്മൾ മറ്റ് ഒരു സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നു. ആ സമയത്ത് നമുക്ക് കടത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നാളുകളിൽ കുഞ്ഞുങ്ങളുടെ ഭാവി അതുകൊണ്ട് സുരക്ഷിതമാവുകയാണ്. നമുക്ക് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള ശാശ്വതമായ ഒരു പരിഹാരവുമാവുകയാണ്. അതേപോലെ തന്നെ വസ്തു വാങ്ങുന്നു. പെട്ടെന്ന് വഴി സൗകര്യമൊക്കെയുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം, അവിടെ വസ്തു വാങ്ങിയിട്ടാൽ ഇന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല വില നാളെ കിട്ടും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, ശരിയായ തീരുമാനമാണെങ്കിൽ അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിനുവേണ്ടി നാം തൽക്കാലം കടബാധ്യതയിൽപ്പെട്ടാലും അത് നല്ലത് തന്നെയാണ്. അതുപോലെ റെന്റ് കിട്ടുന്ന ബിൽഡിങ്ങുകൾ പണിയുക. അങ്ങനെ ഏത് തരത്തിലായാലും നമ്മളുടെ വരുമാന വർധനവിന് വേണ്ടിയിട്ട് ശരിയായ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നാം കടമെടുക്കുന്നത് നല്ലതാണ്. എന്താണ് ബാഡായിട്ടുള്ള ഡെറ്റ്? അത് നമ്മൾ ആഡംബരത്തിന് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നു. നമുക്ക് നീഡ്സും ഉണ്ട്, വാണ്ട്സും ഉണ്ട്, അല്ലേ? ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നീഡാണ്. ഭക്ഷണം കഴിച്ചേ പറ്റൂ. സഞ്ചരിക്കാൻ വാഹനം വേണം എന്നുള്ളത് നീഡാണ്. ഇന്ന ബ്രാൻഡ് തന്നെ വേണം, അല്ലെ ഇന്ന ഭക്ഷണമേ ഞാൻ കഴിക്കൂ എന്ന് പറയുന്നത് അത്യാവശ്യമല്ല. അത് നാം പരസ്യത്തിലൂടെയോ മറ്റുള്ളവരുടെ ജീവിതം കണ്ടോ ഒക്കെ നമുക്ക് വരുന്ന മോഹമാണ്. നമുക്ക് നമ്മളായിട്ട് ജീവിക്കുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് നാമായിട്ട് ജീവിക്കാനാണെങ്കിൽ നന്നായിട്ട് ജീവിക്കാം. മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ നാം ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം ദുരിതപൂർണമായിട്ട് മാറുന്നത്. നിങ്ങൾക്കൊരു വീട് ആവശ്യമാണ്, നീഡാണ്. വീടെന്ന് പറയുന്നത്, പാർപ്പിടം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന സൗകര്യമാണ്. പക്ഷെ നാം പൊതുവെ വീട് വെക്കുമ്പോൾ നാം എങ്ങനെയാണ് ഒരു വീടിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്, അതിന്റെ ആലോചനയിലേക്ക് കടക്കുന്നത് എങ്ങനെയാണ്? സഹോദരങ്ങളോട് പോലും നാം മത്സരിക്കുകയാണ്. ചിലപ്പോൾ നമ്മളുടെ സഹോദരി, നമ്മളുടെ സഹോദരനൊക്കെ നല്ല വീട് വെച്ചിട്ടുണ്ടാവും. അവർക്ക് അതിനുള്ള സാമ്പത്തികം ഉണ്ടായിരിക്കാം, നമുക്കതിനുള്ള സ്രോതസ്സില്ല, സാമ്പത്തിക സ്രോതസ്സില്ല. പക്ഷെ അവരൊക്കെ വെച്ച വീടിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചത് വെക്കണം എന്നാണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മളുടെ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ് വളരെയധികം കൂടിപ്പോകും. കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറയില്ലേ? നമുക്ക് താങ്ങാൻ പറ്റാത്ത വലിയ ഒരു ഹൗസിംഗ് ലോണിലേക്ക് അത് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. അതേപോലെയാണ് ഓരോ കാര്യങ്ങളും. നിങ്ങളൊരു ഫോൺ മാറുന്ന സമയത്തും, നിങ്ങളൊരു 15,000 രൂപയുടെ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി മൊബൈൽ ഷോപ്പിൽ പോയി ഇരിക്കുമ്പോൾ അവിടുത്തെ സെയിൽസിന് വേണ്ടി നിൽക്കുന്ന സ്റ്റാഫ് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് 25,000-ന്റെയോ 50,000-ന്റെയോ ഫോണിലേക്ക് നിങ്ങളെ അവർ ആകർഷിക്കും. കാരണം അവർക്ക് അവിടെ സെയിൽസ് കൂടുതൽ നടക്കുമ്പോഴാണ് കമ്മീഷൻ കിട്ടുന്നത്. അവരുടെ ഡ്യൂട്ടി അതാണ്. നിങ്ങളൊരു കാറ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ, നിങ്ങൾ 5 ലക്ഷത്തിന്റെ കാറാണ് വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ആ സെയിൽസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റാഫ്, നമ്മളെ ആ എക്സിക്യൂട്ടീവ്സ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് 15 ലക്ഷത്തിന്റെയോ 10 ലക്ഷത്തിന്റെയോ കാർ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. അവർക്കും സെയിൽസ് കൂടുതലാണ് വേണ്ടുന്നത്. അപ്പോൾ നാം അവരുടെ ആ ഒരു പ്രേരണയിൽ നാം നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മറന്നുപോയിട്ട് നമുക്ക് എടുക്കാൻ വയ്യാത്ത ഭാരത്തിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ മറ്റുള്ളവരെ കണ്ട് മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണയാൽ നാം ഒരിക്കലും കടങ്ങൾ വരുത്തി വെക്കരുത്. ഇവിടെ ഒരു സൈക്കോളജി, നമ്മുടെ സൈക്കോളജിയും തെറ്റായിട്ട് പ്രവർത്തിക്കും. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഫോണിനേക്കാൾ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ഉപയോഗിക്കുന്ന ഫോണിനേക്കാൾ വില കൂടിയൊരു ഫോൺ വാങ്ങിക്കുമ്പോൾ അവിടെ നമുക്ക് കുറെ നേട്ടങ്ങൾ കിട്ടുന്നുണ്ട്. നാം വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാറിനേക്കാളും മികച്ച ഒരു കാറിലേക്ക് നമ്മളുടെ തീരുമാനം മാറ്റിയാൽ നമുക്ക് അവിടെ കിട്ടുന്ന കുറെ സുഖസൗകര്യങ്ങളുണ്ട്. അപ്പൊ അറിയാതെ നമ്മുടെ മനസ്സ് നമ്മളുടെ സാഹചര്യം മനസ്സിലാക്കാതെ യുക്തിക്ക് നിരക്കാത്ത തീരുമാനത്തിലേക്ക് നമ്മളെ നയിക്കും. നമ്മുടെ കൂടെ നിൽക്കുന്നവരും പ്രേരിപ്പിക്കും. ചിലപ്പോൾ അത് നമ്മുടെ ഭാര്യയാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, സുഹൃത്തുക്കളാകാം. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കൂ. മറ്റൊരാൾ ഒരു വാഹനം വാങ്ങുന്നതിനെ പറ്റി അഭിപ്രായം പറയുന്നു. ആ സമയത്ത് നിങ്ങൾ പറയുകയാണ്, ഇപ്പോൾ കാറൊന്നും എടുക്കണ്ട, 2 വീലർ മതി നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സുഹൃത്ത് നിങ്ങളെ തെറ്റിദ്ധരിക്കും.
കാരണം കുശുമ്പ് കൊണ്ട് പറയുകയാണ് എന്ന് ചിന്തിക്കും. അപ്പം നിങ്ങൾക്ക് അവിടെയുള്ള എളുപ്പവഴി എന്താണ്? കാറ് വാങ്ങാൻ ഒരാൾ ആഗ്രഹം പറഞ്ഞാൽ കാറ് വാങ്ങിക്കാൻ, എന്താ കാറ് വാങ്ങിക്കുക, ലോണൊക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയായിരിക്കും സാധാരണ ചെയ്യുന്നത്. വളരെയധികം നിങ്ങളോട് അടുപ്പമുള്ള, നിങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ അഭിപ്രായം പറയാൻ കഴിവുള്ള ഒരു വ്യക്തി മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് അത് താങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നത്. അല്ലാത്ത ബഹുഭൂരിപക്ഷം പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരികയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ഉള്ളിലെ പ്രേരണയും സെയിൽസ് മേഖലയിലുള്ള വ്യക്തികളുടെ അവരുടെ ആ സ്കില്ലും നമ്മളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ആ ഒരു സപ്പോർട്ടും ഒക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് എടുക്കാൻ വയ്യാത്ത ഭാരം നാം എടുക്കും. വലിയ വലിയ കടങ്ങളിലേക്ക് പോകും. വരുമാനം കൊണ്ട് നിങ്ങൾക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത കടങ്ങളിൽ പോയാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു വാങ്ങിച്ച വസ്തുക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. എൻ്റെ ഒരു സുഹൃത്ത് ആദ്യം ഒരു വീട് വെച്ചു. ആ വീടിന്റെ ലോൺ അടയ്ക്കാൻ പറ്റാതെ ആ വസ്തുവും വീടും വിറ്റു. അതിലും നമുക്കൊരു നോക്കിക്കഴിഞ്ഞാൽ സൗകര്യങ്ങൾ കുറവുള്ള ഒരു പ്രദേശത്തേക്ക് മാറി അതിലും കുറച്ച് വസ്തു വാങ്ങിച്ച് വീണ്ടും വീട് വെച്ചു. ആ വീടും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് അതിന്റെ ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. മൂന്നാമതൊരു സ്ഥലത്തേക്ക് എത്തി. ഈ ഓരോ പ്രാവശ്യം അദ്ദേഹം വസ്തു വിൽക്കുമ്പോഴും ആ പ്രൈസ് വാല്യൂ കുറവുള്ള സ്ഥലത്തേക്കാണ് അദ്ദേഹം പുതിയ പുതിയ വസ്തു വാങ്ങുന്നത്. ഈ മൂന്നാമത് വെച്ച വീടും അദ്ദേഹത്തിന്റെ താങ്ങാൻ പറ്റാത്ത ഒരു വലിപ്പത്തിലാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു ചുമടല്ല അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതും വിൽപ്പനയിലേക്കാണ് പോകുന്നത്. ഇത് ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഉദാഹരണം പറഞ്ഞു. ഇതേപോലെയുള്ള ധാരാളം ആൾക്കാരുണ്ടാകാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ എന്തെങ്കിലും കാറോ ആഭരണങ്ങളോ മൊബൈലോ വാങ്ങുന്നത് മാത്രമല്ല, വീട് വെക്കുന്നത് മാത്രമല്ല, ചില സമയങ്ങളിൽ നമ്മളുടെ വീടുകളിൽ നടക്കുന്ന കല്യാണം, മക്കളുടെയോ പെങ്ങളുടെയോ മകന്റെയോ ഒക്കെ കല്യാണം നമ്മളുടെ മനസ്സിന്റെ ആഗ്രഹത്തിനനുസരിച്ച് വലിയ ആർഭാടമായിട്ട് നടത്തിയാൽ ഇതേപോലെയുള്ള കടബാധ്യതയിൽ നമ്മൾ പോയി പെടാം. ഒരു ചികിത്സയ്ക്ക് പോലും നാം പൈസ ചെലവാക്കുമ്പോൾ നമ്മുടെ ഭാവി കൂടി മനസ്സിലാക്കി വേണം നാം തീരുമാനമെടുക്കാൻ. അപ്പോൾ അങ്ങനെ യുക്തിസഹജമായിട്ട് തീരുമാനിക്കുക. ആഡംബരത്തിന് വേണ്ടിയിട്ട് കടം വരുത്തി വെക്കാതിരിക്കുക എന്നുള്ളതാണ് കടബാധ്യതയിൽ നാം പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നാം പാലിക്കേണ്ട പ്രധാനപ്പെട്ട ശീലം. രണ്ടാമത് വേണ്ടുന്നത് മിതവ്യയമാണ്. ഏറ്റവും കൂടുതൽ നമ്മളുടെ കയ്യിൽ നിന്ന് ദൈനംദിനമായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മേഖല നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴാണ്. സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോകുമ്പോൾ അവിടെ പലതരത്തിലുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമുക്കത് വാങ്ങണമെന്ന് തോന്നും. അങ്ങനെ പലപ്പോഴും നമ്മൾ വാങ്ങിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന പല ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, എപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും നാം ഒരു ലിസ്റ്റ് എഴുതി തയ്യാറാക്കി വേണം ഷോപ്പിങ്ങിന് പോകാൻ. ആ ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാവൂ. ലിസ്റ്റ് എഴുതുമ്പോഴുള്ള ഗുണം, നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തൂ. നമ്മൾ വീട്ടിലിരുന്ന് എന്താണ് ഇല്ലാത്തത്, എന്താണ് വേണ്ടതെന്ന് ചിന്തിച്ചിട്ടാണ് എഴുതിക്കൊണ്ട് പോകുന്നത്. അപ്പം പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൽ നമുക്ക് തെറ്റായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതിലേക്ക് നമ്മളുടെ പണം പോകാതിരിക്കും എന്നുള്ളതാണ് നമുക്ക് പാലിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൃത്യമായിട്ട് നാം ലോൺ എടുക്കണം എന്നുള്ളതാണ്. കടം എടുക്കുന്ന സ്ഥലം കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് നിന്നായിരിക്കണം നാം എടുക്കുന്നത്. ഏത് കാര്യത്തിലും നാം എളുപ്പവഴി തേടുമ്പോൾ അത് നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കും എന്നുള്ളതാണ് സത്യം. അത് ഈ സാമ്പത്തിക കാര്യത്തിലുമുണ്ട്. നിങ്ങളൊരു ലോണിന് വേണ്ടിയിട്ട് സമീപിക്കുന്ന സമയത്ത് പലിശ കുറവുള്ള, കൊള്ളപ്പലിശയൊന്നും ഇല്ലാത്ത ഒരു നാഷണലൈസ്ഡ് ബാങ്കിനെയാണ് നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ അവർ 100 കൂട്ടം നൂലാമാലകൾ പറയും. നിങ്ങൾക്ക് അവിടെ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയം കറക്ക് കമ്പനികളായിട്ടുള്ള ഒരു ആളിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ആളിനെ മാക്സിമം പിഴിഞ്ഞെടുക്കുന്ന തരത്തിലുള്ള പലിശയും കാര്യങ്ങളുമുള്ള ബാങ്കുകാര് ഒന്നും ചോദിക്കാതെ നമുക്ക് ലോൺ തരാൻ വേണ്ടി തയ്യാറാകും. പെട്ടെന്ന് ലോൺ കിട്ടുക. നമ്മളൊരു ആഗ്രഹം, ഒരു വീട് വെക്കാനായാലും ഒരു കാർ വാങ്ങാനായാലും ഒക്കെ നമ്മളെ ഒരു ലോണിന് വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് ലോൺ കിട്ടുന്ന ബാങ്കാണ് പലരും ചൂസ് ചെയ്യുന്നത്. അത് അപകടമാണ്. നിങ്ങൾക്ക് 24% നിങ്ങൾക്ക് ആ പലിശയ്ക്ക് നിങ്ങൾക്ക് ലോൺ തരുന്ന ബാങ്കും 10% പലിശയ്ക്ക് ലോൺ തരുന്ന ബാങ്കും തമ്മിൽ തീർച്ചയായിട്ടും അവരുടെ നിങ്ങൾ ലോണിന് വേണ്ടി കൊടുക്കുന്ന ആ ഡോക്യുമെന്റേഷൻ നിങ്ങൾ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് കിട്ടുന്നത് ഈ കൂടുതൽ പലിശയുള്ള ബാങ്കായിരിക്കും. അപ്പോൾ ആ ഈസി ആയിട്ട് കിട്ടുന്നതല്ല നാം നോക്കേണ്ടത്. നമുക്ക് താങ്ങാൻ പറ്റുന്ന പലിശ, കൊള്ളപ്പലിശ ഇല്ലാത്ത മേഖലകളിൽ നിന്ന് നമ്മൾ പണമെടുക്കുക. നമ്മളുടെ വരുമാന വർധനവിന് ഉതകുന്നുള്ള കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ ലോൺ എടുക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നാം നമ്മുടെ കടം വർദ്ധിപ്പിക്കാതിരിക്കുക. കാറില്ലാത്ത ആളെ കാർ എടുക്കുന്നത് നല്ല കാര്യം തന്നെ. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറിനേക്കാളും മികച്ച കാറിലേക്ക് പോകുന്നത് നല്ല കാര്യം തന്നെ. നല്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തെറ്റല്ല. ചിലർ ചോദിക്കും, ഈ ആഗ്രഹമൊക്കെ പിന്നെ എപ്പോഴും സാധിക്കാനാണെന്ന് ചോദിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ നല്ല പ്രായത്തിൽ തന്നെ സാധിക്കണം. ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പണിയെടുക്കുക. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള പണം ലഭിക്കുന്നില്ലെങ്കിൽ
നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രൊഫഷൻ ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ അതിനുള്ള സ്കില്ല് നിങ്ങൾ വളർത്തിയെടുക്കുക. അതാണ് ശാശ്വതമായ പരിഹാരം. അല്ലാതെ നമുക്ക് താങ്ങാൻ പറ്റാത്ത കടബാധ്യതകളിലേക്ക് ആഗ്രഹങ്ങളുടെ പേരിൽ പോയി പെട്ടാൽ ചെളിയിൽ ചാടിയ മൃഗത്തിന്റെ അവസ്ഥയാണ്. ചെളിയിൽ ചാടിയ മൃഗത്തിന് പറ്റുന്ന അവസ്ഥ എന്താണ്? അത് ചെളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് അനുസരിച്ച് വളരെ വേഗത്തിൽ താഴ്ന്നു പോകും. കടബാധ്യതയിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അവരാദ്യം എടുത്ത ലോണ് തിരിച്ചടയ്ക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ലോൺ എടുക്കും. അങ്ങനെയാണ് ഒരു ശ്വാസമുട്ടലിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ശരിയായ ശീലങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ നാം കൊണ്ടുവന്നാൽ തീർച്ചയായും അത്തരം തലവേദനകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.